ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്കാണ്. എൻ്റെ കുടുംബം, എൻ്റെ സ്വപ്നം, എൻ്റെ സ്വർഗരാജ്യം. മാജിക് മഷ്റൂം കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പെന്നയ്യന് അവിടെ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ നീ ഇതൊക്കെ കണ്ടിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കും. ഇതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ മൂപ്പർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒന്ന് കണ്ട് ഹാപ്പി ആയിട്ട് കാലം കൊടുത്തു. ഓരോ മനുഷ്യനും അവനവൻ്റെ സ്വപ്നത്തിനൊത്ത് ജീവിക്കുക, അവനവൻ്റെ പാഷനെ മുറുകെ പിടിച്ച് ജീവിക്കുക. ഈ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് തിരിച്ചറിയുക. ആ ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നത് നമ്മൾ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ എത്തുക. അല്ലാതെ ആ നിരാശയുമായിട്ട് മരിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. അതാണ് There is something undeniably magical about traveling. നമ്മുടെ ഉള്ളിലെ സ്ട്രെസ്സും ആങ്സൈറ്റിയും സങ്കടങ്ങളും ഒക്കെ മറക്കാൻ ഒരുപക്ഷെ ഒരു നല്ല യാത്ര മതി. രാവിൽ പൂന്തേൻ തേനും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ? ആര്യൻ കാവിൽ വേല കഴിഞ്ഞു, ആവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു, ആറ്റിലാടുന്ന ആമ്പൽ പൂവിന്റെ തേന്നുകന്നേ വരാം. ചെല്ലപ്പൂൻ ചെണ്ടൊന്ന് കൂടെ കൊണ്ടും വരാം. രാവിൽ പൂന്തേൻ തേനും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ? എടാ വിജയ, എന്താടാ ദാസ, എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. വീണ്ടും കാണലുണ്ട്.